ഇടുക്കി മുട്ടം സർവീസ് സഹകരണ ബാങ്ക് കെട്ടിടത്തിന് തീപിടിച്ചു. റെക്കോർഡ് റൂമിനാണ് തീപിടിച്ചത്. വർഷങ്ങൾ പഴക്കമുള്ള പഴയ റെക്കോർഡുകളാണ് കത്തിയതെന്നും ഇടപാടുകാരുടെ രേഖകളൊന്നും നശിച്ചിട്ടില്ലെന്നും ബാങ്ക് പ്രസിഡന്റ് സാം ക്രിസ്റ്റി ഡാനിയൽ വ്യക്തമാക്കി. ഷോർട്ട് സർക്യൂട്ട് ആകാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ശ്രീധരനുണ്ട്. ശ്രീധരൻ, തീ അണച്ചോ? അല്പസമയം മുമ്പ് തീ പൂർണ്ണമായി അണച്ചു. ഇപ്പോഴും ചെറുതായി പുക ഉയരുന്നുണ്ടെങ്കിലും ആശങ്കയ്ക്കുള്ള സാധ്യതകളൊന്നുമില്ല എന്ന് തന്നെയാണ് അഗ്നിരക്ഷാ സേനയും ഒപ്പം ബാങ്കിലെ ജീവനക്കാരും പറയുന്നത്. 2:30 ഈ സംഭവം ഉണ്ടായത്. ചെറിയ രീതിയിൽ പുക ഉയരുന്നത് കണ്ടു. പിന്നീട് പെട്ടെന്നൊരു ആളിക്കത്തലായിരുന്നു എന്നാണ് പറയുന്നത്. സാധാരണ ബാങ്കിന്റെ പഴയ രേഖകൾ സൂക്ഷിച്ചിരിക്കുന്ന ഒരു പ്രദേശത്താണ് ഇന്ന് അഗ്നിബാധ ഉണ്ടായിരിക്കുന്നത്. ആരും ആ പ്രദേശത്തേക്ക്, ആ റൂമിലേക്ക് കാര്യമായി പോകാറില്ല. അതിനാൽ തന്നെ തീ ഉയരുന്നത് പെട്ടെന്ന് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നാണ് ജീവനക്കാരും പറയുന്നത്. ഏതായാലും ഈ പഴയ രേഖകൾ, അതായത് 100 വർഷത്തോളം പഴക്കമുണ്ട് ഈ ബാങ്കിന്. അന്ന് തൊട്ടുള്ള ഇടപാടുകളുടെ, നിലവിൽ സജീവമല്ലാത്ത അക്കൗണ്ടുകളുടെ ഉൾപ്പെടെയുള്ള രേഖകളാണ്, രസീത് ഉൾപ്പെടെയുള്ള രേഖകളാണ് കത്തി നശിച്ചത്. അത് ബാങ്കിനോ നിലവിലെ ഇടപാടുകാർക്കോ മറ്റ് ഒരു സാമ്പത്തിക ബാധ്യതയും ഉണ്ടാക്കാൻ സാധ്യതയുള്ള രേഖകളല്ല എന്നാണ് ബാങ്ക് ആവർത്തിക്കുന്നത്. സംഭവത്തിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്ന് പോലീസും അഗ്നിരക്ഷാ സേനയും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. നിമ്മി, ശരി. ഞാനിവിടുന്ന് 1:45 ബാങ്കിലുണ്ടായിരുന്നു. ഇവിടുന്ന് പോയി 2:20 രാവിലെ ഒരു ചെറിയൊരു സ്മെല്ല് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്ന് മനസ്സിലായില്ല. ഇവിടുന്ന് പുക കണ്ടപ്പോൾ അവിടെ തന്നെ നമ്മൾ മെയിൻ സ്വിച്ചും അതുപോലെ തന്നെ എല്ലാ ഫ്യൂസും ഞങ്ങൾ ഊരി. അപ്പോൾ അപ്പുറത്തൊരു റൂമിൻ്റെ ആണെന്ന് മനസ്സിലായിട്ടുണ്ട്. ആ റൂം എന്ന് പറഞ്ഞാൽ ഐസൊലേറ്റഡ് ആണ്. 2 റൂമുകളിലെ പഴയ റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്നുണ്ട്. അത് റാക്കിലും മേശയിലുമായിട്ട് പഴയ റെക്കോർഡ്സ് മാത്രം വെച്ചേക്കുന്നത്. ഇപ്പോൾ നമ്മൾ റെഗുലർ യൂസ് ഇല്ല. ഒരു 6-7 മാസം മുമ്പ് അതിനകത്തെല്ലാം ക്ലീൻ ചെയ്ത് അടുക്കിയിരുന്ന റൂമാണ്. അതിനകത്താണ് ഇപ്പോൾ ഫയർ ഉണ്ടായിരിക്കുന്നത്. അതിനടുത്ത റൂമുകളുണ്ട്, അതിലും കുറച്ച് റെക്കോർഡ്സ് ഉണ്ട്. അതിലും ഫയർ എങ്ങനെ ഉണ്ടായെന്ന് അറിയില്ല. ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കും എന്നുള്ളൊരു പ്രഥമ സംശയത്തിൽ ഇലക്ട്രിക് സപ്ലൈ മുഴുവൻ ഞങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫയർഫോഴ്സ് വന്ന് അവർ വെള്ളം അടിച്ച് ഇപ്പോൾ ഫയർ പൂർണ്ണമായിട്ടും കൺട്രോളിലായിട്ടുണ്ട്. ഇനി തുറന്നു നോക്കിയാൽ മാത്രമേ ഡാമേജിൻ്റെ എക്സ്റ്റെൻറ്റ് അറിയാനൊക്കെ. ഈ ഇടപാടുകാരെ സംബന്ധിച്ച് യാതൊരു ഡോക്യുമെൻറ്റും നഷ്ടപ്പെട്ടു. എല്ലാ ഡോക്യുമെൻറ്റുകളും നമ്മുടെ സ്ട്രോങ് റൂമിൽ സേഫായിട്ട് ഡോക്യുമെൻറ്റ്സ് എല്ലാം ഉണ്ട്. ഞങ്ങളുടെ ഓഫീസ് റൂമിനകത്ത് ഫംഗ്ഷൻ എല്ലാം ഉണ്ട്. സിസ്റ്റത്തിനകത്ത് എല്ലാം കാര്യമാണ്. ഒരു നഷ്ടവും നമുക്ക് ബാങ്കിന് ഈ പഴയ റെക്കോർഡ്സ്, അത്ര ആവശ്യമില്ലാത്ത റെക്കോർഡ്സ് നശിച്ചു പോയി എന്നല്ലാതെ വേറെ ബുദ്ധിമുട്ടൊന്നും ബാങ്കിന് ഫോർ ദി ടൈം ബീങ് വന്നിട്ടില്ല. കെട്ടിടത്തിൽ എന്ത് ഡാമേജ് ഉണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അസസ് ചെയ്യാൻ. ഇത് ഈ അടുത്ത വർഷമായി കഴിഞ്ഞാൽ 100 വർഷം തികയുന്ന ബാങ്കാണ്. ഈ നമ്മുടെ ക്യാഷ് അടയ്ക്കുന്നതിൻ്റെ റെസീറ്റുകൾ, പഴയ യൂസ്ഡ് ബാലറ്റ് പേപ്പറുകൾ, കൊണ്ടുപോകാതിരിക്കുന്ന യൂസ്ഡ് അല്ലാത്ത ബാലറ്റ് പേപ്പറുകൾ, പിന്നെ കുറേ പഴയ റെക്കോർഡ്സ്, പഴയ ഒത്തിരി സിസ്റ്റംസ് ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നു. അതിനകത്തുള്ള ഇപ്പം നമുക്ക് കറണ്ടായിട്ട് യൂസ് ചെയ്യുന്ന ഒന്നും അതിനകത്ത് നമുക്ക് എടുക്കേണ്ട ആവശ്യമുള്ളതല്ല. എല്ലാം ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നാളെ അടുത്ത വർഷം ആകുമ്പോഴത്തേക്കും 100 വർഷം തികയുന്ന ബാങ്കാണ്. കെട്ടിടത്തിന്റെ സ്ട്രെങ്തിനെ ബാധിക്കാനുള്ള സാധ്യതയൊന്നുമില്ല. ഇല്ലില്ല. കെട്ടിടത്തിന് ഒരിടത്തേക്കും വേറെ ആരും ബുദ്ധിമുട്ടൊന്നും പ്രഥമ ദൃഷ്ടിയെ കണ്ടിട്ടില്ല. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ബാങ്ക് ടെക്നിക്കലി ലോസിൽ റൺ ചെയ്യുന്നതാണ് ബാങ്ക്. പക്ഷേ അപ്പായി വരുന്ന ബാങ്കാണ്. എല്ലാ മേഖലകളിലും ബാങ്ക് അപ്പായി വന്നിരിക്കുന്ന അവസ്ഥയാണ്. ഇതുകൊണ്ട് നമുക്കൊരു ഇടപാടുകാർക്കോ ബാങ്കിനോ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. എൻ്റെ പേര് സാം ക്രിസ്റ്റി ഡാനിയൽ. ഞാൻ റിട്ടയർഡ് SP ആണ്. ബാങ്കിൻ്റെ പ്രസിഡന്റാണ്. കാറ്റും കോളും തുടങ്ങി, നാടിനാകെ കാവലാകും വീരൻ മണ്ണിൽ ഇറങ്ങി. കൺമുന്നിൽ പറന്ന് കാക്കിൻ കാക്ക കുരുന്നായി, കൂട്ടമോടെ കേട്ട് നിന്ന് ടിഷു ടിഷു. മഞ്ചാടിക്കാറ്റിനുള്ളിൽ പണ്ടൊരു നാളിൽ എത്തി ഭീമൻ ഭീകരൻ. തോട്ടോ പൊട്ടും തോക്കിൽ വെന്തേ പാവം എന്താ പ്രാണികൾ. വന്നാലൊരാൾ മായാവിയായി ഡിക്കും പൂശിയെ വൻപേരാലിന്റെ കൊമ്പിലായി ഊഞ്ഞാലാക്കിയെ. ഈ ഭൂമി കുലുങ്ങി നടുങ്ങി കറങ്ങിയിടും ചുറ്റും ചിറകിൽ ഇരുട്ടിൽ മിനുങ്ങും മിന്നാമിന്നികൾ. ആവേശം ഇറങ്ങി തുളുമ്പി നുറുങ്ങിയിടുന്നു എല്ലിൽ പലതും. തമ്പുരാനും കൊമ്പനാനും
തുടങ്ങി നാടിനാകെ കാവലാകും വീരൻ മണ്ണിൽ ഇറങ്ങി ദേ കൺമുന്നിൽ പറന്ന് കാക്കിൻ കാക്ക കുരുന്നായി കൂട്ടമോടെ കേട്ട് നിന്ന് ടിഷു ടിഷു മഞ്ചാടിക്കാറ്റിനുള്ളിൽ പണ്ടൊരു നാളിൽ എത്തി ഭീമൻ ഭീകരൻ തോട്ടോ പൊട്ടും തോക്കിൽ വെന്തേ പാവം എന്താ പ്രാണികൾ വന്നാലൊരാൾ മായാവിയായി ഡിക്കും ഡിക്കും പൂശിയെ വൻപേരാലിന്റെ കൊമ്പിലായി ഊഞ്ഞാലാക്കിയെ ഈ ഭൂമി കുലുങ്ങി നടുങ്ങി കറങ്ങിടും ചുറ്റും ചിറകിൽ ഇരുട്ടിൽ വിടുങ്ങും മിന്നാമിന്നികൾ ആവേശം ഇറങ്ങി തുളുമ്പി നുറുങ്ങിടും എല്ലിൽ പലതും തമ്പുരാനും കൊമ്പനാനും തള്ളിയോ തിളങ്ങി കാറ്റും കോളും തുടങ്ങി നാടിനാകെ കാവലാകും വീരൻ മണ്ണിൽ ഇറങ്ങി ദേ കൺമുന്നിൽ പറന്ന് കാക്കിൻ കാക്ക കുരുന്നായി കൂട്ടമോടെ കേട്ട് നിന്ന് ടിഷു ടിഷു മഞ്ചാടിക്കാറ്റിനുള്ളിൽ പണ്ടൊരു നാളിൽ എത്തി ഭീമൻ ഭീകരൻ തോട്ടോ പൊട്ടും തോക്കിൽ വെന്തേ പാവം എന്താ പ്രാണികൾ വന്നാലൊരാൾ മായാവിയായി ഡിക്കും ഡിക്കും പൂശിയെ വൻപേരാലിന്റെ കൊമ്പിലായി ഊഞ്ഞാലാക്കിയെ ഈ ഭൂമി കുലുങ്ങി നടുങ്ങി കറങ്ങിടും ചുറ്റും ചിറകിൽ ഇരുട്ടിൽ വിടുങ്ങും മിന്നാമിന്നികൾ ആവേശം ഇറങ്ങി തുളുമ്പി നുറുങ്ങിടും എല്ലിൽ പലതും തമ്പുരാനും കൊമ്പനാനും